അവസാനം മമതാ ബാനർജി ബംഗാളിൽ വീണു. വലിയ തകർച്ചയാണ്, ഹിമാലയൻ തകർച്ച എന്ന് വേണമെങ്കിൽ പറയാം. അവർ കൽക്കട്ട സിറ്റിയിൽ മത്സരിച്ച ഭവാനിപ്പൂർ, അവിടെ പോലും തോറ്റുപോയി. അതിൻ്റെ പുറകെ നിന്ന് തോൽപ്പിച്ചത് സുവേന്ദു അധികാരി, പഴയ TMCയുടെ ലീഡർ. ഇവരെല്ലാം പഴയ കോൺഗ്രസ്സുകാരാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട് എനിക്കറിയത്തില്ല, ഈ വീഡിയോ കാണുന്ന എത്ര പേർക്ക് എനിക്ക് കൽക്കട്ടയും ബംഗാളുമായിട്ടുള്ള ബന്ധം ഉണ്ടെന്നറിയാം, എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾക്കൊരു റിമൈൻഡർ തരാം. ഞാനാണ് ഈ നാരദ സ്കാം, അതായത് ശാരദ സ്കാം എന്ന സംഭവം ഞാനിത് പുറത്തു കൊണ്ടുവരുന്നത് ബംഗാളിൽ. അതിനെപ്പറ്റി ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യും. ആരാണ് ഈ സുവേന്ദു അധികാരി? ഈ സുവേന്ദു അധികാരി അടുത്ത മുഖ്യമന്ത്രിയാകാൻ പോവുകയാണ്. അന്ന് അയാൾ TMCയുടെ നേതാവായിരുന്നു. അയാൾ എൻ്റെ കയ്യിൽ നിന്നാണ് 5 ലക്ഷം രൂപ മേടിക്കുന്നത്. അപ്പോൾ അന്ന് അയാൾക്കെതിരെ കേസൊക്കെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. EDയുടെ കേസുണ്ട്, CBIയുടെ കേസുണ്ട്. അയാളുടെ ജീവിതത്തിൽ എൻ്റെ പേര് മറക്കത്തില്ല. പിന്നെ എന്നെ കാണാനും ട്രൈ ചെയ്യാനൊക്കെ പല രീതിയിൽ ശ്രമിച്ചു. ഞാനതെല്ലാം റെഫ്യൂസ് ചെയ്തു. അതൊക്കെ പോട്ടെ. 2016 ആണ് ഈ നാരദ സ്കാം ബംഗാളിൽ പുറത്തു വരുന്നത്. അതോടുകൂടിയാണ് ബംഗാൾ രാഷ്ട്രീയത്തിൽ മനസ്സിലാക്കണം, കേരളത്തിലെ BJPക്കാരന്മാർ, സംഘപരിവാർ അവന്മാർ മനസ്സിലാക്കണം. അതിനുശേഷമാണ് അവിടെ BJP ക്ലച്ച് പിടിച്ചത്. കാരണം എൻ്റെ സ്റ്റോറിയാണ് BJP ഈ പറയുന്ന ബംഗാളി മുഴുവൻ ഉപയോഗിച്ചത്. അവരുടെ പാർട്ടി ഓഫീസുകളിലും മറ്റുള്ളിടത്തെല്ലാം വെറും 2 സീറ്റേ കിടന്ന BJP അടുത്ത ഇലക്ഷനിൽ ഏകദേശം ഏറ്റവും വലിയ പ്രതിപക്ഷമായി മാറി. 2016 ഇലക്ഷനിൽ എൻ്റെ ഒരൊറ്റ സ്റ്റോറിയാണ് നാരദ സ്റ്റിംഗ് ഓപ്പറേഷൻ. ടാർഗറ്റ് ചെയ്ത് മുഴുവനും തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാക്കളെയായിരുന്നു. അപ്പം അതിനുശേഷം ഈ പറയുന്ന BJPക്കാരന്മാർ എന്നോട് ഭയങ്കര സപ്പോർട്ടാണ്. കൽക്കട്ടയിൽ പോകുമ്പോഴൊക്കെ അവരാണ് എനിക്ക് പ്രൊട്ടക്ഷനും. പലയിടത്തും പോകുമ്പോഴൊക്കെ ഈ BJPക്കാരാണ്. അതിനുശേഷം അതിനകത്തുള്ള കേസ് മാറാൻ വേണ്ടി, കേസ് സോഫ്റ്റ് ആകാൻ വേണ്ടി ഈ തൃണമൂൽ കോൺഗ്രസ്സിൽ ഇതിൽപ്പെട്ട ഒരുപ്പെട്ട എല്ലാ നേതാക്കളും തൃണമൂൽ കോൺഗ്രസ് വിട്ട് BJP വരുന്നു. കുറച്ച് പേര് അത് കഴിഞ്ഞ് BJP വിട്ട് വീണ്ടും തൃണമൂൽ കോൺഗ്രസ്. കാരണം അവർക്ക് കേസ് മാറണം. മറ്റേ BJP വന്നു കഴിഞ്ഞാൽ കേസില്ലാതാവും. അപ്പം അതിൻ്റെ പേരിൽ വരുന്നു, തിരിച്ചവർ പോകുന്നു. അപ്പം എന്താണ് ഈ കൽക്കട്ട വെസ്റ്റ് ബംഗാൾ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില ഘടകങ്ങളുണ്ട്. CPMൻ്റെ ഗുണ്ടകളാണ് ഈ പറയുന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ ഗുണ്ടകൾ മുഴുവൻ. അപ്പോൾ അവിടെ CPM മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നു, മമതാ ബാനർജി അധികാരത്തിൽ വന്നു. അതിൻ്റെ സ്ട്രീറ്റ് ഗുണ്ടകളും പിടിച്ചുപറിക്കാരും റാക്കറ്റും മാഫിയ, അതായത് ഭയങ്കര കോൾ മാഫിയ, കൽക്കരി മാഫിയ ഉള്ള ഒരു സ്റ്റേറ്റാണ് ഈ വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നത്. എല്ലായിടത്തും ഗുണ്ടായിസമുണ്ട്, എല്ലായിടത്തും. അപ്പോൾ ആ ഗുണ്ടായിസത്തിനകത്ത് എല്ലാവരും ഈ പൊളിറ്റിക്കൽ തണലുള്ള ഗുണ്ടകളാണ് മുഴുവൻ. അപ്പം അവർക്ക് പൊളിറ്റിക്സ് വേണം. കാരണം പോലീസുകാരുടെ സപ്പോർട്ട് വേണം, അഡ്മിനിസ്ട്രേഷൻ്റെ സപ്പോർട്ട് വേണം. അതേപോലെ അവർ ആ പൊളിറ്റിക്കൽ പാർട്ടി നർച്ചർ ചെയ്യുന്നു, മറ്റുള്ള പൊളിറ്റിക്കൽ പാർട്ടിയെ ആട്ടിക്കൊടുക്കുക, ഓടിക്കുക, ഇലക്ഷൻ. അതേപോലെ നിങ്ങൾ ഈ പാർട്ടി CPMൻ്റെ പാർട്ടി ഗ്രാമങ്ങൾ കേട്ട് കാണും, കണ്ണൂരെ. അതേപോലെ തന്നെ മറ്റുള്ള പ്രതിപക്ഷ പാർട്ടികളിൽ ആരും പഞ്ചായത്ത് ഇലക്ഷന് പോലും നോമിനേഷൻ കൊടുക്കാൻ ആ രീതിയിൽ മമത എന്ന് പറഞ്ഞ ആ സ്ത്രീ ബംഗാൾ എന്ന് പറഞ്ഞ നാശകോടാലിയാക്കി. ഒരുപ്പെട്ട എല്ലാ പൊളിറ്റിക്കൽ പാർട്ടി ലീഡേഴ്സും ഈ പറയുന്ന തൃണമൂൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ടവർ ഹൈലി കറപ്റ്റഡുമാണ്. ഇഷ്ടം പോലെ പണമുണ്ട്. കാരണം കോളിൻ്റെ സ്റ്റേറ്റ് ആണ്. കോൾ എന്ന് പറഞ്ഞ എനർജിയാണ്. ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ടും സ്റ്റീൽ ഇൻഡസ്ട്രിയിലും ഈ സാധനം വേണ്ടി ഇഷ്ടം പോലെ റിച്ച് മിനറലുള്ള ഒരു സ്റ്റേറ്റ് കൂടിയാണ്. CPM എന്ന് പറഞ്ഞ പാർട്ടി അത് ഭരിച്ച് നശിപ്പിച്ചു. ബംഗാളി മമത പറഞ്ഞ അവരും കൂടെ നശിപ്പിച്ചു. അവിടെ ജനങ്ങൾക്ക് ജോലിയൊന്നുമില്ല. ഈ BJPയോടെ വന്ന് ഭയങ്കര മാറ്റമാണ്. അടുത്ത 2016 മുതൽ തുടങ്ങിയ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. എൻ്റെ കേസുകൾ, അതായത് CBIയുടെ കേസ്, ED കേസ്. ഞാനാണ് പ്രൈം വിറ്റ്നസ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. എവിടെയാണ് മമത ഫെയിലിയർ ആയത്? എങ്ങനെയാണ് കൽക്കട്ട സിറ്റി മുഴുവനും BJPക്ക് അനുകൂലമായിട്ട് പോയത്? അതായത് മമതാ ബാനർജിയുടെ പ്രീണനം, അതായത് മുസ്ലിം പ്രീണനം. ഏകദേശം 30% വരുന്ന ബംഗ്ലാദേശിൽ നിന്നും അവിടെയുള്ള മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഈ പറയുന്ന ഹിന്ദു ഘോഷയാത്രയും പരിപാടികൾ, രാംനവമി, ഈ സാധനങ്ങളൊക്കെ ബാൻ ചെയ്യുക. കാളിപൂജയ്ക്ക് പ്രത്യേക പ്രാധാന്യം കൊടുത്തൊരു ഹിന്ദു രീതിയിലോട്ട് കൊണ്ടുവരിക. അതായത് മുസ്ലിം വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മമതാ ബാനർജിക്ക് വിജയിക്കാൻ സാധിക്കും.
അതാണ് ഈ 2026 ഇലക്ഷനിലങ്ങ് പൊളിഞ്ഞു പോയത്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അതായത് അവിടെയുള്ള പോലീസുകാർ, കാരണം എനിക്കെതിരെ പോലീസ് കേസുകളൊക്കെ ഉണ്ട് അവിടെ, അവരെ നിങ്ങൾ മനസ്സിലാക്കുക, അവരെ എതിർക്കുന്നവരെ ഒന്നവരും വെച്ചുകൊണ്ടിരിക്കത്തില്ല, നശിപ്പിച്ച് കളയും. അതിൻ്റെ അകത്ത് ലോകത്ത് രക്ഷപ്പെട്ട ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ, മമതാ ബാനർജിയുടെ അതിൻ്റെ അകത്തുനിന്ന് രക്ഷപ്പെട്ടത്. കാരണം ഞാൻ രണ്ടും കൽപ്പിച്ചങ്ങ് നിന്നു. ഉറപ്പായിട്ടും എനിക്കവിടെ ലോക്കൽ BJPക്കാരും BJP ലീഡേഴ്സ് ശരിക്കും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം പല രീതിയിൽ കോർട്ടിൽ പോകാനാണെങ്കിൽ അവിടെ പോകാനാണെങ്കിൽ അവർ പ്രൊട്ടക്ഷനായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അവിടെ മനസ്സിലാക്കുക, അവിടെ കോൺഗ്രസും ഈ പറയുന്ന വളരെ സ്ട്രോങ് ആണ്. CPM ആണ് കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതായി പോയത്. കോൺഗ്രസും സ്ട്രോങ് ആണ്. പക്ഷേ TMC കഴിഞ്ഞ ഏറ്റവും വലിയ സ്ട്രോങ് എന്ന് പറഞ്ഞത് ഈ പറയുന്ന BJP ആണ്. നോർത്ത് ബംഗാളിൽ BJP ആണ്, അതായത് സിലിഗുഡി ആ സൈഡിൽ BJP ആണ് കൂടുതൽ സ്ട്രോങ്. ഇനി എന്തുകൊണ്ടാണ് മമതാ ബാനർജി ഇതേപോലൊരു വീഴ്ച ഉണ്ടായത്? അതായത് അവിടുത്തെ ഗവൺമെൻറ് എംപ്ലോയീസ്, അവിടെയുള്ള ജനങ്ങളങ്ങ് മടുത്തു. പ്രീണനം മാത്രമൊന്നുമില്ല, ഹൈലി കറപ്റ്റഡ്, ആളുകൾക്ക് ജോലിയൊന്നുമില്ല, റിച്ചായിട്ട് മിനറലുള്ളതിൻ്റെ സ്റ്റേറ്റുമാണ്. പക്ഷേ സാമ്പത്തികമില്ല, മറ്റുള്ള സംഭവമില്ല, കറപ്ഷനാണെങ്കിൽ എല്ലായിടത്തും ഇഷ്ടം പോലെ. TMC ലീഡേഴ്സാണ്, അവിടുത്തെയുള്ള ലോക്കൽ ലീഡേഴ്സാണ് ആ സ്റ്റേറ്റ് കംപ്ലീറ്റ് ഭരിക്കുന്നത്. അവിടുത്തെ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ ഒരു വിലയില്ല. കാരണം ഇവർ പറയുന്ന പോലെ ചെയ്തിരിക്കണം. ഈ വന്നിരിക്കുന്ന എല്ലാ CPMൻ്റെ അകത്തുനിന്നുള്ള കേഡേഴ്സ്. അപ്പോൾ എങ്ങനെയാണ് CPM കേഡേഴ്സ് ഭരിക്കുന്ന ആ സെയിം തന്നെയാണ് മമതാ ബാനർജിയുടെ TMC പൊളിറ്റിക്കൽ പാർട്ടിയും ചെയ്തത്. കംപ്ലീറ്റ് ആയിട്ട് ഇടതുപക്ഷത്തിൻ്റെ കോട്ടകൾ മുഴുവനും ഇല്ലാതാക്കി, നാശമാക്കി. ആ പാർട്ടി ഓഫീസുകൾ ഉൾപ്പെടെ മുഴുവനും TMC ഏറ്റെടുക്കുന്നു. അപ്പോൾ രണ്ടും ഇന്നലെ രാത്രിയിൽ TMC ഏതാണ്ട് തോൽക്കും എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, കൽക്കട്ട സിറ്റിയിലൊക്കെ ഈ TMCയുടെ പല ഓഫീസ്, അതെല്ലാം CPMൻ്റെ ഓഫീസുകളാണ്. അത് മുഴുവനും BJPക്കാർ കൈയേറുന്നു, അടിച്ചു കത്തിക്കുന്നു ദൂരെ. കാരണം ആ ഒരു രാഷ്ട്രീയമാണ് ബംഗാളിൽ. ഗുണ്ടായുസവും പരിപാടി, അടി ഇടി ബഹളം. അവിടെ BJP നേതാക്കൾക്ക് പോലും നിങ്ങൾ കണ്ടു കാണും, ഇലക്ഷൻ സമയത്ത് അവർക്ക് ഒരു ബൂത്തിൽ പോകാൻ പറ്റത്തില്ല, അവിടെ അടിച്ചോടിക്കും. ആ ഗുണ്ടായുസത്തിന് വിരാമം ഉണ്ടാവുകയാണ് എൻ്റെ ചോദ്യം, ക്വസ്റ്റ്യൻ മാർക്ക്. അതോ ഈ TMCയുടെ ഗുണ്ടകളല്ല അതേപോലെ ഗ്രാജുവലി BJPയിൽ വന്നു കഴിഞ്ഞാൽ ഈ TMC CPM എന്ത് ചെയ്തു വീണ്ടും അവർ കണ്ടിന്യൂ ചെയ്യും, ഇത്രയേ ഉണ്ടാകത്തുള്ളൂ. കാരണം അല്ലെങ്കിൽ ആ രീതിയിലുള്ള മാറ്റമുണ്ട്. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പറയുന്ന നേതാക്കളെല്ലാം വന്നിരിക്കുന്ന TMCന്നും CPMന്നുമാണ്. അപ്പോൾ അവർക്ക് ആ ഒരു കൾച്ചറുണ്ട്. ആ കൾച്ചർ വീണ്ടും കണ്ടിന്യൂ ചെയ്താൽ ഈ മമതാ ബാനർജി ചെയ്ത പോലെ തന്നെ ആയിരിക്കും അവിടെ BJP ചെയ്യാൻ പോകുന്നത്. വലിയ മാറ്റമൊന്നും ഉണ്ടാകത്തില്ല. കാരണം സ്ട്രക്ചറലായിട്ടുള്ള ചേഞ്ചുകളാണ് ബംഗാളിന് ആവശ്യം. കാരണം ഉറപ്പായിട്ടും ഇന്ത്യയിലൊരു ഗ്രോത്ത് ഉണ്ട്, ഗ്ലോബലായിട്ട് ഗ്രോത്ത് ഉണ്ട്, ഡിജിറ്റൽ ജനറേഷനുണ്ട്. ഈ ഏറ്റവും കൂടുതൽ മമതയ്ക്ക് അടി കിട്ടിയത് കാരണം അവിടെ BJPയുടെ പോസ്റ്ററോ കൊടിയോ പോലും കെട്ടാൻ പറ്റത്തില്ല. പക്ഷേ ഡിജിറ്റലി എങ്ങനെയാണ് BJP അവരുടെ ക്യാമ്പയിൻ സക്സസ് ആക്കിയിട്ട് മമതാ ബാനർജിയുടെ പാർട്ടിയെ, അതായത് 3 അക്കം പോലും തികയ്ക്കാത്ത രീതിയിൽ തളച്ചിടുക എന്ന് പറയുന്നത് അവിസ്മരണീയമാണ്. അതായത് ഏകദേശം 1 വർഷം മുമ്പ് ഞാനവിടെ പോകുമ്പോൾ അവിടുന്ന് BJPക്ക് അനക്കം പോലും വെക്കാൻ സാധിച്ചില്ല. അവിടെ എനിക്ക് തോന്നുന്നു മമതാ ബാനർജിയുടെ സ്ലിപ്പും കൊടിയൊക്കെ വെച്ചിട്ട് ആൾക്കാർ BJPക്ക് വോട്ട് ചെയ്തു. അങ്ങനെയാണ് 2019 പാർലമെൻറ്റ് ഇലക്ഷനിൽ BJPക്ക് ഒരു 19 സീറ്റുകൾ പാർലമെൻറ്റിൽ കിട്ടാൻ കാരണം. അപ്പോൾ ആ സമയത്ത് അവരുടെ പ്രധാന ഇഷ്യൂ എന്ന് പറയുന്ന ജനങ്ങളുടെ കറപ്ഷന് ഈ പറയുന്ന നാരദയും ശാരദയായിരുന്നു. പക്ഷേ 2026 ഇഷ്യൂ ഒക്കെ മാറിയിട്ട് മമതയെ ഡയറക്റ്റ് ടാർഗറ്റ് ചെയ്ത് ലോക്കൽ ഇഷ്യൂസ് വെച്ചുകൊണ്ട് ഇവർ ഗെയിം കളിച്ചു. പക്ഷെ ആ സമയത്ത് BJPയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഗ്രൗണ്ട് ലെവലിൽ പാർട്ടി പ്രവർത്തകരെക്കാളും ആൾക്കാർ വോട്ട് ചെയ്യാൻ തയ്യാറായി. അതുകൊണ്ടാണ് വോട്ടിംഗ് പെർസെൻറ്റേജ് ഇത്രമാത്രം കൂടിയത്. അതായത് അവിടെയുള്ള പ്രീണനവും മുസ്ലിം ഗുണ്ടകളും അവരെ എതിർക്കുക, അതിനെങ്ങനെ എതിർക്കാൻ സാധിക്കും, ആ രീതിയിലോട്ട് പോയിട്ടാണ് BJPക്ക് വലിയൊരു വിജയം കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ അത് ഫുൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് അമിത്ഷായ്ക്കും പ്രധാനമന്ത്രിക്കും. കാരണം അവിടെയുള്ള BJP ലീഡേഴ്സ് എന്ന് പറയുന്നത് കുറച്ച് ആൾക്കാരെ ഉള്ള RSS വലിയ സ്ട്രോങ് ഒന്നുമല്ല ഈ പറയുന്ന ബംഗാളിൽ. അവിടെ സ്ട്രോങ് എന്ന് പറയുന്നത് ബേസിക്കലി അവിടെയുള്ള ലോക്കൽസാണ്. അവരെല്ലാം ഈ TMC എന്ന് വന്നവരാണ്. പക്ഷെ അവർ ശരിക്കും വർക്ക് ചെയ്തിട്ട്, അതായത് പുറമേ BJPന്നോ സാഫ്രോണിൽ നിന്നും കാണിക്കാതെ ഇവർ പോയി മമതയ്ക്കെതിരെ വോട്ട് ചെയ്തു. അല്ലെങ്കിൽ ഒന്നും ഭവാനിപ്പൂല് 15,000 വോട്ടിൽ നിന്നും ഈ പറയുന്ന ഇയാൾ സുവേന്ദു അധികാരി ഒന്നും ജയിക്കത്തൊന്നുമില്ല. കാരണം നന്ദിഗ്രാമിൻ്റെ അവിടുത്തെയൊക്കെ പൊളിറ്റിക്സ് പഠിക്കുന്നവർക്കറിയാം, കൽക്കട്ട സിറ്റി രാഷ്ട്രീയം പഠിക്കുന്നവർക്കറിയാം, അത്ര എളുപ്പമൊന്നുമല്ല മമതയെ തളയ്ക്കുക എന്ന് പറയുന്നത്. ആ രീതിയിലുള്ള ഗെയിം കളിച്ചിട്ട്, അതായത് 2019 സെയിം ഗെയിം നിശബ്ദമായിട്ട് പോയി വോട്ട് ചെയ്യുക,
ആ വോട്ടിലാണ് മമതാ ബാനർജി വീണത്. അതും എനിക്ക് തോന്നുന്നത് ചിലപ്പം ബംഗാളിൽ വലിയൊരു മാറ്റം ഉണ്ടാകും. അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഫോർമാറ്റിൽ പോവുകയാണെങ്കിൽ ഇതിന് വലിയ മാറ്റം ഉണ്ടാകത്തില്ല. ആ രീതിയിൽ പോകാനാണ് സാധ്യത. ഏതായാലും സുവേന്ദു അധികം BJP ടീമിന് എൻ്റെ പ്രത്യേക അഭിനന്ദനം. കാരണം അവരെന്നെ ശരിക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഈ സ്റ്റോറിയാണ് അവർ ഏറ്റവും കൂടുതൽ പ്രൊപ്പഗേറ്റ് ചെയ്തത് കഴിഞ്ഞ ഈ ഇലക്ഷനൊഴികെ മറ്റുള്ള ഇലക്ഷനിലെല്ലാം. അവരെന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ടീവ് എലമെൻ്റ് കൂടിയായിരുന്നു. പല ആൾക്കാരും സഹായിക്കാനും ഒക്കെ എന്നെ നിന്നിട്ടുണ്ട്. അപ്പം അതിനകത്ത് അവർക്ക് എല്ലാ രീതിയിലുള്ള അഭിനന്ദനങ്ങൾ.